രാവിലെ എണ്ണീറ്റപ്പോൾ തന്നെ അടുപ്പ് കത്തിച്ച് ചിക്കൻ കറി ഞാൻ അടപ്പയിലോട്ടാക്കി. ഇന്ന് എന്തായാലും പുറത്ത് പോകേണ്ടതുകൊണ്ട് ഉച്ചക്കത്തെ ആഹാരം എല്ലാം റെഡി ആക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഞാൻ പോയി കോവയ്ക്ക പിച്ചിക്കൊണ്ട് വന്ന് അരിഞ്ഞ് അതും കൂടെ മെഴുക്ക് വരട്ടെ. അതാകുമ്പോൾ ചിക്കൻ കറിയും കോവയ്ക്ക മെഴുക്ക് വരട്ടെയും കുറച്ച് തൈര് കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും. വെളിയിൽ പോകേണ്ടതുകൊണ്ട് ഇന്ന് എന്തായാലും വണ്ടി നന്നായിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. വണ്ടി മൊത്തം നല്ല ചെളിയാണ്ടിരുന്നേ, ഭയങ്കര പൊടിയുമായിരുന്നു. ഓരോരുത്തവർക്കും ഓരോ ആഹാരമാണ്. ഇതാണെങ്കിൽ അണ്ണന് വേണ്ടിയുള്ള പുട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നന്ദപ്പനാണെങ്കിൽ നല്ല നെയ്റോസ്റ്റ് മതിയെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ നെയ്റോസ്റ്റ് അടപ്പയിലോട്ടാക്കി. ആ നെയ്യ് ഇങ്ങനെ ഒഴിച്ചപ്പോൾ ഒരു മണം വരുവേ, നല്ല രസമില്ലയോടെ അത് മണം കേൾക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ മണം. അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചിടുമ്പോഴുള്ള ശബ്ദം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇഷ്ടമാണോ? എനിക്ക് മാത്രമേ ഉള്ളൂ. ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്കയും കൂടെ ആ ചിക്കൻ കറി വെന്ത് കഴിഞ്ഞപ്പോൾ ആ അടപ്പയിലോട്ട് വെച്ച് പുട്ടും ചിക്കൻ കറി നല്ലൊരു കോമ്പിനേഷനല്ലേ, അതുകൊണ്ടായിരിക്കും പുട്ടുണ്ടാക്കിച്ചത്. ഞാനാണെങ്കിൽ പുട്ടും കുറച്ച് നമ്മുടെ ദോശയും കൂടാണ് കഴിച്ചത് കേട്ടോ. രണ്ടും കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുട്ടിനാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ചിക്കൻ കറിയുമായിട്ട് പുരട്ടിയപ്പോൾ ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഇതെന്തായാലും കോവയ്ക്കയും കൂടെ മെഴുക്ക് വരട്ടാം. ഇപ്പോൾ ഗ്യാസിനൊക്കെ നല്ല പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും പിന്നെ അല്ലെങ്കിലും പൊതുവേ ഞാൻ എപ്പോഴും അടപ്പയിലാണ് വെക്കുന്നത്. തീ അടപ്പയിലുണ്ടെങ്കിൽ നമുക്ക് തീ വെക്കാം. ഇപ്പുറത്ത് ഞാൻ അരി ഊറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ കറി വെച്ചു. ചിക്കൻ കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടി. ഇനി നന്ദപ്പനെ ഒന്ന് റെഡിയാക്കി. അംഗനവാടി ഇല്ല, ഇന്ന് ട്യൂഷനാണ്, ശനിയാഴ്ച അംഗനവാടി ഇല്ലല്ലോ. അപ്പോൾ അതിന് കൊണ്ടുവിടാമെന്ന് വിചാരിച്ച് നന്ദപ്പനെ കുറച്ച് ക്രീം എടുത്ത് അവിടെ കയ്യിലോട്ട് തേച്ച് ദേഹത്ത് ഒന്ന് തേക്കടിയെന്ന് ഓർത്ത്. അവളാണെങ്കിൽ പിന്നെ അസകലനം തേപ്പായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. ഞാൻ അവളുടെ മുടി കെട്ടുന്നതിൻ്റെ പാടാണേ. ഒരു സൈഡിൽ നിന്ന് വീഴുമ്പോൾ ഈ സൈഡിൽ മൊത്തം ഉഴപ്പാവും, ഈ സൈഡിൽ നിന്ന് വീഴുമ്പോൾ ആ സൈഡ് മൊത്തം ഉഴപ്പാവും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു അരമണിക്കൂറത്തെ പ്രക്രിയയാണ് അവിടെ തലമുടി കെട്ടൽ. ഈ പ്രാവശ്യം ഞാൻ മുടി നേരത്തെ ഉണക്കിയിട്ട് മണ്ടയ്ക്ക് പുഴു ഇട്ട് കെട്ടിയിട്ട് താഴോട്ടും കൂടെ നമുക്ക് പിന്നി കെട്ടാമെന്ന് വിചാരിച്ച്. അല്ലെങ്കിൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് അവൾക്ക് നല്ല ചൂടും എടുക്കും. പിന്നെ അവൾക്ക് ഒരു ബുദ്ധിമുട്ട് വേണ്ട, മുടി ഇങ്ങനെ കിടക്കുന്നതിൻ്റെ ഓർത്താണ് ഞാൻ എന്നാൽ മുടി പിന്നി കെട്ടി വെക്കാമെന്ന് വിചാരിച്ച്. അവളാണെങ്കിൽ സമ്മതിക്കുന്നേ ഇല്ല. ഞാൻ എന്തായാലും രാവിലെ കുളിപ്പിച്ച് നിർത്തിയത് കൊണ്ട് മുടിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയേ. അല്ലെങ്കിൽ പിന്നെ ഈ നനഞ്ഞ മുടി കെട്ടി വെക്കുമ്പോഴേ ചെറിയൊരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ, പിന്നെ മുടിയും പന്നലായി പോകും. അതുകൊണ്ട് എന്തായാലും ഉണക്കിയിട്ടാണ് കെട്ടി വെച്ചത്. അവൾ ആ ബണ്ണെല്ലാം എടുത്ത് അവിടെ കാലയിലിട്ട് തരുന്നേ ഇല്ലായിരുന്നു. അവിടെ ഇരുന്ന് പിന്നെ ഞാനും അവളും തമ്മിൽ ഒരു വഴക്കുണ്ടായി. എന്ത് ചെയ്യാനാ, ഇതാണ് എൻ്റെ അവസ്ഥ. ഒരു സൈഡ് കെട്ടി കഴിയുമ്പോഴത്തേക്ക് ആ സൈഡ് അഴിഞ്ഞു പോകും. ഈ സൈഡ് ഇപ്പോഴും എനിക്കറിയത്തില്ലെന്ന് തോന്നുന്നു മുടി കെട്ടാൻ മുടി. എൻ്റെ മുടി തന്നെ കെട്ടുന്ന പാട് എനിക്കറിയാം. അമ്മയുടെ പൊന്നാണോ, തങ്ക നിലാവാണോ, അമ്മയുടെ കുഞ്ഞോളെ രാരോ നന്ദുമോൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ നന്ദുമോന് വേണ്ടി ഒരു പാട്ട് എഴുതി വെച്ചതാണ്. ആ പാട്ടിപ്പോൾ അവൾ എന്നെ പാടി കേൾപ്പിക്കുകയാണ്. ഇതെൻ്റെ സ്വന്തം കവിതയാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെയുള്ള കുസൃത പ്രവൃത്തികളും കാണിക്കാറുണ്ട്. അവൾ ജനിച്ചു കഴിഞ്ഞപ്പോൾ അവളെ നോക്കി ഒരു ദിവസം ഇരുന്ന് ഞാൻ ആലോചിച്ച് കൂട്ടി എഴുതിയ പാട്ടാണ്. ഇപ്പോൾ അവളെ ഞാൻ ഇന്നും രാത്രി ഈ പാട്ട് പാടി ഉറക്കുന്നതുകൊണ്ട് അവൾ ആ പാട്ട് മൊത്തവും പഠിച്ച് ഇപ്പോൾ എനിക്ക് പാടി കേൾപ്പിക്കുക. അത്യാവശ്യം നല്ല പാട്ട് പാടുന്നുണ്ട്. മിക്ക പാട്ടുകളും ഇപ്പോൾ പാടി കേൾപ്പിക്കുന്നുണ്ട്. അവളെ ഒരുക്കി റെഡിയാക്കി നിർത്തിയിട്ട് ഞാനും ഒരുങ്ങാൻ വേണ്ടി പോയേ. കാരണം അവളെ ട്യൂഷനിലാക്കിയിട്ട് വേണം എനിക്ക് അടൂർ പോകാൻ വേണ്ടി. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് ഒരുങ്ങുവാണ്. അവളെൻ്റെ താഴെ വന്ന് നിന്നിട്ട് അവൾക്ക് കണ്ണെഴുതിത്താൻ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും കണ്ണൊന്നും എഴുതിയില്ല. കാരണം ഒന്നാമതേ ചൂടാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേർത്തൊലിച്ച് കണ്ണൊക്കെ എഴുതുമ്പോൾ അതെല്ലാം പടർന്നു. അതൊക്കെ കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഇപ്പോൾ എഴുതാറൊന്നുമില്ല. ജസ്റ്റ് തലമുടി കെട്ടിക്കൊടുത്തിട്ട് ക്രീം മാത്രം ഇട്ടാണ് അവളെ വിടുന്നത്. പിന്നെ എനിക്ക് പിന്നെ വലിയ കെട്ടാൻ വേണ്ടി മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷടപടാന്ന് അത് കഴിയും. പിന്നെ ഏറ്റവും വലിയ പാട് ഈ പൊട്ട് തൊടുന്നത്. ഞാൻ വിചാരിക്കുന്നിടത്തൊന്നും ആയിരിക്കത്തില്ല പൊട്ട് തൊടുന്നത്. പിന്നെ ഞാനും ദാണ്ട റെഡി ആവാൻ പോവാണ്. അപ്പോഴും നന്ദു എവിടുന്നോ ഈ റെയിൻ കോട്ട് തപ്പിക്കൊണ്ട് വന്നേ. ഞാനപ്പോൾ ചോദിച്ചു, ഈ ചൂടത്ത് എന്തിനാണ് ഈ റെയിൻ കോട്ട് ഇടുന്നത്? അപ്പോൾ എന്നോട് പറയുകയാണ്, എന്തുവാ റെയിൻ കോട്ട് ഇട്ടുകൊണ്ടാണ് ബാക്കി പിള്ളേരൊക്കെ വരുന്നത്, ഞാൻ റെയിൻ കോട്ട് ഇടും എനിക്ക് ഇട്ട് തരണമെന്ന് പറഞ്ഞ്. പിന്നെ അവളുടെ ഒരു ആഗ്രഹം അല്ലയോ എന്ന് ഓർത്ത് ഞാൻ പിന്നെ ഇട്ട് കൊടുത്ത്. വെറുതെ ഇനിയും രാവിലെ പോകുമ്പോൾ കരയിപ്പിച്ചുകൊണ്ട് വിടണ്ടെന്നോർത്ത്. അങ്ങനെ അവൾ നാളെ റെഡിയായി. ഞാനാണെങ്കിൽ മുടി കെട്ടില്ലായിരുന്നു, ആ ക്ലിപ്പ് തപ്പി നടക്കുമായിരുന്നു. നന്ദു സോനു ഉള്ളതുകൊണ്ട് ഈ ക്ലിപ്പ് സ്ലൈഡ് ഒന്നും വെച്ചെടുത്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അപ്പുറത്തെ സൈഡിൽ കർട്ടനയിലാണ് ഇത് തൂക്കിയിടുന്നത്. എന്തായാലും അത് മാത്രം അവർ കണ്ടുപിടിക്കുന്നില്ല. അത് റെഡിയായി കഴിഞ്ഞാൽ നന്ദുവിന് അപ്പോഴേ പോകണം. അതുകൊണ്ട് നന്ദു എന്നെ വിളിയോട് വാ ഞാൻ റെഡിയായി. ഞാൻ പിന്നെ ഈ ബാഗ് ഒന്ന് ഇട്ട് നോക്കിയതാണ് ഈ ചുരിദാറിൻ്റെ കൂടെ എങ്ങനെ ഉണ്ടെന്ന്.
ഞാൻ പ്രതീക്ഷയിലും അടിപൊളി ലുക്കായിരുന്നു ഈ ബാഗ് ഇട്ടപ്പോൾ. ഈ ബാഗ് കൊണ്ട് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നന്ദു എടുക്കേണ്ടതുകൊണ്ട് ഞാൻ വീണ്ടും ബാഗ് ഇവിടെ തന്നെ തൂക്കിയിട്ടിട്ട് ഇറങ്ങാൻ നേരം എന്തായാലും എടുക്കാമെന്ന് വിചാരിച്ചു. അവളുടെ ബാഗ് റെഡിയാക്കി വെച്ചു. പക്ഷെ ഇപ്പോഴാണ് ഓർത്തത് അവൾക്ക് ഞാൻ കുപ്പിക്കകത്ത് വെള്ളം നിറച്ചില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ ബാഗ് ഇവിടെ തൂക്കിയിട്ട് വേഗം അവൾക്കുള്ള വെള്ളം നിറച്ച് പിന്നെ അവളെ വെളിയിൽ ഇരുത്തിയിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. കഥവ് എന്തായാലും പൂട്ടേണ്ടതുകൊണ്ട് സമയം പെട്ടെന്ന് വൈകി 10 മണി കഴിഞ്ഞ്. ഞാൻ പിന്നെ പെട്ടെന്ന് കഥവും പൂട്ടി ഞങ്ങൾ ഇവിടെ ട്യൂഷന് കൊണ്ടുവിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഈ റെയിൻകോട്ട് എന്തിനാ ഇട്ടേന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ചോറുണ്ണായിരിക്കാനോ അണ്ട വേർത്ത് കുഞ്ഞ് ഊരിതങ്ങ്. നന്ദപ്പനെ ട്യൂഷനാക്കിയിട്ട് നേരെ അടൂരോട്ടാണ് പോയത്. ആദ്യം ഓർത്ത് കായംകുളത്ത് പോകാമെന്ന്, പിന്നെ ഓർത്ത് എന്നാൽ സ്റ്റുഡിയോയിൽ കയറാം എന്തെങ്കിലും ഓഫറൊക്കെ ഉണ്ടെങ്കിലോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ അടൂർ ടൗണിൽ എത്തി. നമ്മുടെ വീടിൻ്റെ അവിടുന്ന് ഒരു 9 കിലോമീറ്ററുള്ള അടൂരോട്ട്. പിന്നെ അവിടുന്ന് കായംകുളം ആണെങ്കിൽ ഒരു 15 കിലോമീറ്ററൊക്കെ വരും. അപ്പോൾ കുറച്ചുകൂടെ നമുക്കും എളുപ്പം അടൂരാണ്. ഇപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും അടൂരോട്ടാണ് പോകുന്നത്. കായംകുളത്തോട്ട് നേരത്തെ ആണെന്ന് തോന്നുന്നു, കുറേ മുമ്പൊക്കെ എപ്പോഴും കായംകുളം പോകും. ഇപ്പം എനിക്ക് സ്റ്റുഡിയോ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ എപ്പോഴും അടൂരോട്ടാണ് വരുന്നത് കേട്ടോ. ഓണവും പെരുന്നാളും ആഘോഷിക്കുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഷോപ്പിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പെരുന്നാൾ ഷോപ്പിങ്ങിന് വേണ്ടി സ്റ്റുഡിയോയിൽ ചെന്ന് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു. ഈ ചൂടത്തുനിന്ന് AC ക്കകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് പിന്നെ അതിനകത്തുനിന്ന് വെളിയിലോട്ട് ഇറങ്ങാനേ തോന്നിയില്ല. അത്രയും തണുപ്പ്. അത്യാവശ്യം നല്ല കളക്ഷൻസും ഉണ്ട്. താഴെ എല്ലാം സോനുവിന് പറ്റിയ ഡ്രസ്സായിരുന്നു. ഞാനപ്പോൾ ഓർത്ത് മേലയിൽ നിന്ന് തുടങ്ങി താഴെ വരാം, ഇവിടെ നിന്ന് എടുത്ത് അങ്ങോട്ട് പോകണ്ടല്ലോ എന്ന് ഓർത്ത് ഇവിടെ വന്നപ്പോൾ അത്യാവശ്യം നല്ല ടീഷർട്ടിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഷർട്ടിന് വലിയ കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. ടീഷർട്ടിന് ഒരുപാട് കളക്ഷൻസ്. പിന്നെ കണ്ണാടി കണ്ട പണ്ടേ നമ്മുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുക എന്നുള്ളൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് അതൊന്ന് ആസ്വദിച്ചിട്ട് വീണ്ടും പാൻറ്റിൻ്റെ സെക്ഷനിലോട്ട് പോയി. പാൻറ്റും നല്ല പാൻറ്റുകളുണ്ട് കേട്ടോ. പാൻറ്റും ജീൻസൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടുന്ന് 1-2 എണ്ണം ട്രയൽ ചെയ്യാനാണ് കൊടുത്തു. അതിൽ ഒരെണ്ണം നമ്മൾ എടുത്തു കേട്ടോ. ഒരു പച്ച പോലത്തെ ഷെയ്ഡ് പാൻറ്റ്. ഞാനത് കാണിച്ചു തരാം കേട്ടോ. ടീഷർട്ട് നോക്കാൻ പറഞ്ഞു, പക്ഷേ ടീഷർട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പോലും. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ. പിന്നെ ടീഷർട്ട് വേണമെങ്കിൽ വേണ്ട, അടുത്ത കടയിൽ നമുക്ക് ടീഷർട്ടോ ഷർട്ടോ എടുക്കാമെന്ന് ഞാനങ്ങ് പറഞ്ഞ് സമാധാനിപ്പിച്ചു. പിന്നെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നന്ദപ്പൻ എടുക്കാൻ വേണ്ടി ഇവിടോട്ട് വന്ന്. ഇവിടെ ആണെങ്കിൽ എന്തോരം കളക്ഷനാ, കൊച്ചു പിള്ളേരുടെ തൊട്ട് നല്ല കളക്ഷൻസാണ്. ഈ ഒരു ഫ്രോക്ക് ആദ്യം എടുത്ത് ഞാനപ്പോൾ പറഞ്ഞു ഈ ഫ്രോക്കൊക്കെ നമ്മുടെ ബീച്ചിലൊക്കെ പോയി ഇരിക്കാൻ നല്ല രസമാണ്. പിന്നെ പുള്ളിക്കാരിക്ക് ഫ്രോക്ക് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും പാൻറ്റും ഉടുപ്പ് എടുക്കുന്നതുകൊണ്ട് ഈ പ്രാവശ്യം പാൻറ്റും ഉടുപ്പ് എടുക്കരുതെന്ന് തന്നെ വിചാരിച്ച്. പിന്നെ എപ്പോഴായാലും പാൻറ്റിലും ഉടുപ്പിലോട്ട് തന്നെ എൻ്റെ കൈ പോകുന്നത്. നന്ദുവിനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആൺകുട്ടിയായിട്ട് വിചാരിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ സംശയം. പിന്നെ ഈ പ്രാവശ്യം രണ്ടും കൽപ്പിച്ച് ഞാൻ അവൾക്കൊരു ഫ്രോക്ക് അങ്ങ് എടുത്ത്. അവൾക്ക് ഫ്രോക്കില്ല, അപ്പോൾ അവൾ ഫ്രോക്ക് ഇടട്ടെ. എപ്പോഴും പാൻറ്റും ഉടുപ്പും ജീൻസും അല്ലേ ഇടുന്നത്. അവളെ ഫ്രോക്ക് ഇട്ട് അധികം ആരും കണ്ടിട്ടുമില്ല. ആകെ അവൾക്ക് 2 ഫ്രോക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രാവശ്യം അവൾക്ക് ഫ്രോക്ക് എടുത്ത് തണ്ട് ഈ ബ്ലൂ കളറ് വരുന്നൊരു ഫ്രോക്കാണ് ഞാൻ അവൾക്ക് എടുത്തത്. ഈ ഒരു പാൻറ്റ് ഉടുപ്പും ഞാൻ കൈ പിടിച്ച് വെച്ചുകൊണ്ടിരിക്കും എടുക്കണോ വേണ്ടിയെന്ന്. പക്ഷേ എന്തായാലും അത് എടുക്കാതെ നേരെ ബില്ലിങ്ങിലോട്ട് വന്നപ്പോൾ അവിടെ നല്ല പെർഫ്യൂമിൻ്റെ കളക്ഷൻസ് ഉണ്ടായിരുന്നേ. ഞാൻ അവിടെ നിന്നൊരു പെർഫ്യൂമും കൂടെ മേടിച്ച്. നല്ല മണമായിരുന്നു. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് അടിച്ചു കൊടുത്തേ ഉള്ളൂ. അപ്പോൾ നല്ല മണം ഉള്ളതുകൊണ്ട് എന്തായാലും അത് എടുക്കാമെന്ന് വിചാരിച്ച് അതും എടുത്ത് നമ്മൾ ബില്ലും അടിച്ച് നേരെ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഉള്ള വെയിലാണ്. ഇത് കണ്ടില്ലോ, വെയിൽ എന്തോ വെയിലാണ്. പിന്നെ നന്ദുവിനെ ഞാൻ ആ ഷർട്ട് ഇടയ്ക്കെന്ന് വിളിച്ചുകൊണ്ട് വന്ന് വീട്ടിൽ വന്ന് അവൾക്ക് ചോറ് കൊടുക്കുവാണേ. ഉള്ള ചോറും വായി വെച്ചുകൊണ്ട് അടുക്കളയിലോട്ട് പോകുന്ന സാലഡിൻ്റെ പാത്രം എടുത്തുകൊണ്ട് വരുന്നത് സാലഡിൻ്റെ. ആ സാലഡ് മൊത്തം എനിക്ക് ഒഴിക്കാനാണ്. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ നാണ്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ഇത് കൂട്ടിയില്ല. അപ്പോൾ പറഞ്ഞു ഇല്ല മൊത്തം വേണമെന്ന് പറഞ്ഞു. അത് കുറച്ചെടുത്ത് പിന്നെ ഞാൻ മേടിച്ച് മാറ്റി വെച്ചു. കാരണം അച്ഛൻ വരുമ്പോഴും അണ്ണൻ വരുമ്പോഴും കഴിക്കാൻ കൊടുക്കണ്ടേ. അതുകൊണ്ട് ബാക്കി ഞാനും അവളും കൂടെ മാക്ക് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ ചിക്കൻ കറിയും സാലഡ് നമ്മുടെ കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കൂടെ കഴിക്കാൻ വേണ്ടി. പിന്നെ അവൾക്ക് പച്ചക്കറി ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവൾ കഴിച്ചോളും. പിന്നെ ഉറക്കം എണ്ണീറ്റ് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കുന്നതിൻ്റെയാണ്. ചായ ഉപ്പേരിയുടെ അടിയായിരുന്നു. പിന്നെ ഞങ്ങൾ തമ്മിൽ നടത്തി. അപ്പോൾ ഇത്രയുള്ളൂ. ബൈ.